പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് ആണ് ഞാൻ സാധാരണ അഭിസംബോധന ചെയ്യുക. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിജയൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൽ ഒരു അനാഥ പ്രേതത്തെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ നഷ്ടബോധത്തോടു കൂടിയുള്ള ഒരു നോട്ടവുമായി ഭാര്യാസമേതനായിരിക്കുന്നു. ഭാര്യ അപ്പുറത്തൊന്ന് മാറി നിൽപ്പുണ്ട്, 2 പോലീസുകാരപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ആ ചിത്രം വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിക്കുകയുണ്ടായി. കാരണം നമുക്കറിയാമല്ലോ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എങ്ങനെയായിരുന്നു എന്ന്. പിണറായി വിജയൻ്റെ ഒരു നോട്ടത്തിൽ മൂത്രമൊഴിക്കുമായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും. പിണറായി വിജയൻ്റെ ഭാര്യയും മകളുടെയും ഒക്കെ പെട്ടി തൂക്കാൻ വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മത്സരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിണറായി വിജയന് ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമായിരുന്നില്ല. കിയ കാർണിവൽ കണ്ടു പറഞ്ഞിട്ടുള്ള ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു വലിയ ചലിക്കുന്ന കൊട്ടാരത്തിൽ ഒരു ലിമോസീനിലാണ് പിണറായി വിജയൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ ജീവിച്ചിരുന്നതും സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്നും പിണറായി വിജയന് പോലീസിൽ നിന്നൊക്കെ എന്ത് ബഹുമാനമാണ് കിട്ടിയിരുന്നതെന്നും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇങ്ങനെ അനാഥ പ്രേതം പോലെ ഇരിക്കുന്നത് ഒരു പുതിയ കാഴ്ചയായി. അത് വ്യാപകമായി അത് ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വേറെ 2 സംഭവങ്ങളുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ജി സുധാകരൻ, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പ്രോട്ടം സ്പീക്കറായി UDF തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചും ഈ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പതിവിൽ നിന്നും വിരുദ്ധമായി പിണറായി വിജയൻ വന്നു. പിണറായി വരുമോ ഇല്ലയോ എന്നുള്ള സംശയം തന്നെ ഉണ്ടായിരുന്നു. വന്നു, സത്യപ്രതിജ്ഞ ചെയ്തു. ഡയസിന് മുകളിൽ ചെന്ന് സുധാകരനെ കെട്ടിയൊന്നും പിടിച്ചില്ലെങ്കിലും തോളത്ത് തട്ടി ചിരിച്ചു, ഹസ്തദാനം കൊടുത്തു, തിരിച്ചുപോയി. അതുപോലെ തന്നെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തി. അപ്പോൾ ഇതൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായിരുന്നു. സുഹൃത്തുക്കളെ, അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം പിണറായി വിജയൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഭാര്യാസമേതനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു ചിത്രമായി. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഈ ഇരിപ്പും ജി സുധാകരനോടുള്ള സ്നേഹപ്രകടനവും ചിരിയും പുറത്ത് തട്ടലും ഇതൊക്കെ തന്നെ തൻ്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ, താൻ ചിരിക്കുന്നവനാണെന്നും താൻ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്നവനാണെന്നും താൻ പുറത്തു തട്ടുന്നവനാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ പിണറായി വിജയൻ സ്വന്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ നേരിട്ട് മുമ്പിൽ നിന്ന് നയിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി തോറ്റതിനെ തുടർന്നും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തുവെങ്കിലും കീഴ്ഘടകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ, ജില്ലാ കമ്മിറ്റിയിൽ, ഇവരെ താഴ്ത്തട്ടിൽ, ഏരിയ കമ്മിറ്റിയിലൊക്കെ അതിഭീകരമായിട്ടുള്ള എതിർപ്പും വിമർശനവും പിണറായി വിജയൻ നേരിട്ടു. ബെല്ലും ബ്രേക്കും ഇല്ലാതെ റെക്ലെസ് ആയിട്ടുള്ള വിമർശനങ്ങളാണ് പിണറായി വിജയൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം, പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണം, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം അഹങ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ അതിരൂക്ഷവും അതിഭീകരവുമായി പാർട്ടി അണികൾ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വിമർശനത്തിൽ ഞെളിപിരി കൊള്ളുകയാണ് പിണറായി വിജയൻ. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ആഴത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടി അണികൾ പിണറായി വിജയനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വിമർശനത്തിൽപ്പെട്ട് ഞെളിപിരി കൊള്ളുന്ന വിജയൻ തൻ്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിമറിക്കാനും ഈ
വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി മനഃപൂർവ്വം കളിക്കുന്നൊരു കളിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നുള്ള ഇരിപ്പും ഈ സുധാകരനോടുള്ള സ്നേഹപ്രകടനമൊക്കെ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇയാൾ ഈ വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ഈ ചിത്രം, ആ ചിത്രം പുറത്തു വന്നത് വിജയനോട് അടുപ്പമുള്ളവരിൽ നിന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വിജയൻ, ആ വിജയന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ വരാനും ബുദ്ധിമുട്ടില്ല, വലിയ തുകയൊന്നും ആവുന്നതല്ല. അപ്പോൾ ആ തുക മുടക്കി പിണറായി വിജയൻ വേണമെങ്കിൽ ഫ്ലൈറ്റിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി. എന്നാൽ അതിന് പകരം ട്രെയിനിൽ വരികയും ട്രെയിൻ കാത്ത് ബെഞ്ചിലിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വിജയൻ കണക്ക് കൂട്ടി തൻ്റെ പ്രതിച്ഛായയിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ചെയ്ത പണിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിജയൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് എന്തിനാണ് സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കേണ്ട കാര്യമില്ല. അവിടെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയുണ്ട്, ആ മുറിയിൽ ഇരിക്കാവുന്നതേ ഉള്ളൂ. ട്രെയിൻ വരുമ്പം ഇറങ്ങിയാൽ മതി. എവിടെയാണ് കയറുന്നത്, ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത് എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ ഇരുന്നിട്ട് ട്രെയിൻ വരുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന് അങ്ങ് പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതൊന്നും ചെയ്യാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൽ വന്ന് അനാഥ പ്രേതത്തെ പോലെ ഇരിക്കുന്നത് തൻ്റെ പ്രതിച്ഛായയിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചിത്രം പുറത്തേക്ക് പോയത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായി അടുത്തു നിൽക്കുന്നവരിൽ നിന്ന് തന്നെയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. പലരും ജി സുധാകരനോട് ജി സുധാകരനിൽ നിന്ന് സത്യപ്രതിജ്ഞ കേൾക്കാൻ പിണറായി വരുമോ ഇല്ലയോ വിജയൻ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ചയുണ്ടായിരുന്നു. കാരണം വിജയൻ ചെറ്റ എന്ന് വിളിച്ച ആളാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വിജയൻ നിയമസഭയിൽ ഹാജരായി, സത്യപ്രതിജ്ഞ ചൊല്ലി, മുകളിൽ ഡയസിലേക്ക് കയറി ചെന്നു. ജി സുധാകരൻ്റെ പുറത്ത് തട്ടി ചിരിച്ചു, ഹസ്തദാനം നടത്തി ഇറങ്ങിപ്പോയി. ഇതും ഒരു പ്രതിച്ഛായ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിങ്ങനെ ഒരു മുരടനല്ല, ഞാനൊരു ഗൗരവക്കാരനല്ല, ഞാൻ കടക്ക് പുറത്തെന്ന് പറയുന്നവനല്ല, ഞാൻ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്നവനല്ല എന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതികൾ അവലംബിക്കുന്ന ഒരു നേതാവാണ് താൻ എന്ന് ജനങ്ങളുടെ ഇടയിൽ ബോധ്യമുണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ കൂടെയുള്ള പ്രഭൃതികളും കണക്ക് കൂട്ടിയെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയന് ട്രെയിനെ കയറി അലഞ്ഞിരിഞ്ഞ് വരേണ്ട കാര്യമൊന്നുമില്ല. 4,000-5,000 രൂപ ചിലപ്പോൾ ആയെന്നിരിക്കും. അവർ രണ്ടുപേരും കൂടെ ഫ്ലൈറ്റിൽ കയറി പോയാൽ എന്താ കുഴപ്പം? പക്ഷേ ഇപ്പോൾ ഇത് വലിയ ചർച്ചയായില്ലേ. കുറേ പേരെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെ മാറിയല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്റ്റീൽ ബെഞ്ചിൽ ഇരുന്നല്ലോ എന്ന് പറയുന്ന ആളുകളില്ലേ കുറേ പേര്. അപ്പോൾ ആ പ്രതിച്ഛായ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്ന കളികളൊക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ വിജയനോട് പറയാം, ഈ പ്രതിച്ഛായ പുനർനിർമ്മാണം കൊണ്ടൊന്നും അണികളുടെ വെറുപ്പും അറപ്പും ഒന്നും കുറയാൻ പോകുന്നില്ല എന്ന് വിജയൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അണികൾ ഇങ്ങനെ വിജയനെ ഈ നിലയിലൊന്നുമല്ല വിലയിരുത്താൻ പോകുന്നു. വിജയൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നല്ലോ, സ്റ്റീൽ ബെഞ്ചിൽ ഇരുന്നല്ലോ, അല്ലെങ്കിൽ സുധാകരനെ കണ്ടല്ലോ, ചിരിച്ചല്ലോ, തോളെ തട്ടിയല്ലോ എന്നൊന്നും പറഞ്ഞല്ല അണികൾ വിജയനെ വിലയിരുത്താൻ പോകുന്നത് എന്ന് വിജയൻ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായി CPM-നെ എങ്ങനെയാണ് വിജയൻ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പാർട്ടി അണികൾക്കറിയാം. ആ തരിപ്പണമാക്കിയതിൻ്റെ 95% ഉത്തരവാദി വിജയനാണ് എന്ന് അണികൾക്കറിയാം. അതുകൊണ്ട് തന്നെ വിജയൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ ഗിമ്മിക്കുകളൊന്നും കൊണ്ട് പാർട്ടി അണികളുടെ വെറുപ്പിനും അറപ്പിലും രോഷത്തിലും പ്രതിഷേധത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളൊന്ന് കേൾക്കൂ. വിജയൻ MLA സ്ഥാനം രാജിവെക്കണം, വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം, വിജയൻ്റെ ധാർഷ്ട്യം, വിജയൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം, വിജയൻ മുഷിഞ്ഞു തുണിയിടുന്നവരെ തൻ്റെ ആഫീസിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള പ്രതിഷേധം, കോട്ടിട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന വിമർശനം, ഇതൊക്കെ കാണിക്കുന്നത്
വിജയനെതിരായിട്ടുള്ള വിമർശനം വരും ദിവസങ്ങളിൽ ശക്തിപ്പെട്ടു പോവുകയുള്ളൂ എന്നാണ്. വിജയൻ ഈ കാണിക്കുന്ന ഈ പണി കൊണ്ടൊന്നും, ഈ നാടകം കൊണ്ടൊന്നും, ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നുള്ള ഇരിപ്പ് കൊണ്ടൊന്നും, അല്ലെങ്കിൽ സുധാകരനെ തോളെ തട്ടിയത് കൊണ്ടൊന്നും, ചിരിച്ചത് കൊണ്ടൊന്നും വിജയനോടുള്ള എതിർപ്പ് അണികൾക്ക് മാറും എന്ന് വിജയൻ തെറ്റിദ്ധരിക്കരുത്. വിജയൻ അണികളെ വില കുറച്ച് കാണിക്കുകയാണ് അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അണികളെ സംബന്ധിച്ചിടത്തോളം അണികൾ വിജയനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷമേ വിശ്രമിക്കൂ എന്നുള്ള കാര്യത്തിൽ പാർട്ടി അണികൾക്ക് യാതൊരു സംശയവുമില്ല. ഈ കാര്യം നിരീക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്കും ഒരു സംശയവുമില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.